സാഗത ഇതാ ഷുട്ടു വേണ്ട ഷുട്ടു ബാബ ആ പോയി കഴിഞ്ഞ് ഇതാണ് 2 നായ്ക്കുട്ടികൾ മൂത്രമൊഴിക്കാനല്ല വിട്ടതാണ്. അതിൽ ബാ വേമ്പ അമ്മ ബ്ലോഗ് എടുക്കുകയാണ്. വേമ്പ മൂത്രമൊഴിച്ചിട്ട് വേമ്പ ഒരു മൂത്രമൊഴിച്ചോട്ടെ. അയ്യോ മൂത്രമൊഴിക്കാണ്ട് വേണ്ട, ആരും മൂത്രമൊഴിക്കാണ്ട് വേണ്ട, എല്ലാവരും മൂത്രമൊഴിച്ചിട്ട് വാ. രണ്ടാളും വന്ന് അമ്മേനെ തൊടണോ? ആയിരിക്കും അമ്മേനെ തൊണ്ട? കറുത്തേനാണോ വെളുത്തേനാണോ? ഏതാ കറുത്ത പറയുന്നത് എനിക്ക് തൊണ്ടാന്ന്, വെളുത്ത പറയുന്നത് എനിക്ക് തൊണ്ടാന്ന്. ഒന്നും തന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ഒന്നും തന്നില്ല. രണ്ടരാൾ എണീച്ച് വന്നിട്ടേ ഉള്ളൂ. ഇതാണ് 10ാം ക്ലാസ്സിലെ ചെക്ക 4 പഠിക്കൂ. എന്നാൽ പരീക്ഷയ്ക്ക് പോയാലും എന്താ പറയുക, ഇങ്ങനെ കൂട്ടു, ഇത്ര മാർക്കായി ജസ്റ്റ് ജയിക്കേണ്ട മാർക്കായാലും അവിടെ വെച്ച് നിർത്തും. എന്തൊരു ചെക്ക പക്ഷെ നല്ല മാർക്ക് വയ്ക്കും. എനിക്ക് മാർക്കൊന്നും വേണ്ട മിസ്സേ, ഞാൻ ജസ്റ്റ് പാസ്സായ പോലെ. എന്നോട് ചോദിക്കുന്നത് കൈ കടയുമ്പോൾ കൈ കടയുന്നു എന്നോട് പറയുക. പരീക്ഷ എഴുതുമ്പോൾ കൈ കടയും പോലും. എന്താ ചേട്ടാ ഇവർ രണ്ടാളും കേട്ടാ, ഇവർ എന്നെ സ്നേഹിക്കാൻ ഓടിയെത്തിയിരിക്കണേ രണ്ടാളും. ഗേറ്റ് തുറന്ന് ഒരു പുറത്ത് പോകും, അതുകൊണ്ട് ഞാൻ ഗേറ്റ് തുറക്കുന്നില്ല. അന്ന് മോനിങ്ങോട്ട് കറുത്ത മോനിങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് നിൽക്കുമോയി നിൽക്കുമോ. അപ്പോൾ ഷുട്ടുകൊണ്ട് ഇവിടെ കുത്തിരിക്കുന്ന ഒരു ദേഷ്യം. ഇവരിങ്ങനെ പുന്നാരിച്ചിട്ട് അമ്മക്ക് എന്നെ മാത്രം വേണ്ടോന്നെല്ലാം ചോദിച്ചിട്ട് എവിടെ ബാവേ വാ ഷുട്ടു ബാബാ ഇവിടെ ഉണ്ട്. എൻ്റെ പിന്നാലെ റീലെടുക്കാൻ വന്നിട്ടുണ്ട്, കാണില്ല. അപ്പോട്ടെ എന്നാൽ വേണ്ട. എന്തൊരു നിങ്ങൾ കണ്ടു നോക്ക്. ഇങ്ങനെ 2 ഡോഗിനെല്ലാം വാങ്ങി പോറ്റിയാലുണ്ടല്ലോ സന്തോഷം എന്ന് വെച്ചാൽ അങ്ങേയറ്റം സന്തോഷമാണ്. വേണ്ട ഓർക്ക് ചോറ് കൊടുക്കുക, ഓരെ കുളിപ്പിക്കുക, ഓർക്ക് ഭക്ഷണം, എന്തൊരു രസമാണ്. എല്ലാവരും ഓരോ പെറ്റിനെ വളർത്തണം. ഒന്നുകിൽ പൂച്ച, ഒന്നുകിൽ നായി, എന്തെങ്കിലും. എനിക്ക് പിന്നെ നായിനെ പോറ്റണ്ട. എന്താ സംഭവം എന്നറിയോ, ഇവിടെ ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും എനിക്ക് നായുള്ള വീട്ടിലെല്ലാം ഞാൻ പോകും, ബ്ലോഗ് എടുക്കും. ഏതൊക്കെ അങ്ങനെ സ്വന്തമായിട്ട് നായി വേണമെന്നില്ല. എന്നാലും എൻ്റെ ജാക്കി മോൻ മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ പ്രസവിച്ച സ്ത്രീക്ക് ഉണ്ടാവില്ല, പ്രസവിച്ച സ്ത്രീ മക്കളോടുണ്ടാവില്ല ഇത്ര സ്നേഹം, വലിയ സ്നേഹം. എൻ്റെ മോനോട് ഞാൻ പറയാത്ത കഥകളൊന്നുമില്ല. പക്ഷേ 14 വർഷമായി മരിച്ചുപോയി. 14 വർഷം ഞാൻ പോറ്റിയതിന് ശേഷം മരിച്ചുപോയി. ഞാനൊരു ദിവസം മോനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള രംഗം ഞാൻ ഈ ബ്ലോഗിലൂടെ പുറത്തു വിടുന്നതാണ്. ഞാൻ എല്ലാ വർഷവും ആഗസ്റ്റ് 12 എന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അവന് പായസം വെച്ച് എല്ലാ വീട്ടിലും നായ്ക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് അറിയുന്നത് പറയുമ്പോൾ ഇത്രയും സ്നേഹിച്ചിരുന്ന എൻ്റെ മോളെ എനിക്ക് അത്ര സ്നേഹമില്ലായിരുന്നു. എൻ്റെ ജാക്കി മോൻ എനിക്ക് എൻ്റെ ജീവനായിരുന്നു. ഇപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ വ്ളോഗിലും മോനെ കാട്ടുമായിരുന്നു. അയ്യോ ശരാ, എനിക്ക് അത്ര വിഷമമായി. 14 വർഷം എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. ഹസ്ബൻഡ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അമ്മക്ക് പേടിയല്ലേ, ഞാനിവിടെ കിടക്കാൻ ഒരു സെക്കൻഡ് ഉറങ്ങൂല. ഇല്ല ജനലിൻ്റെ അടുത്തെല്ലാം പോയി നോക്കും ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ രാവിലെ നോക്കുമ്പോൾ ഇവനിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചുറ്റുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കറ്റില്ല, ഹസ്ബൻഡിനെ ഈ നായനും പൂച്ചേനൊന്നും കണ്ടുകൂടാ. അങ്ങനെയാണ്. ശരി, എൻ്റെ കണ്ണിൽ വർണ്ണം നിറഞ്ഞു പോയി എൻ്റെ മോന്. അയ്യോ അത് വിചാരിച്ചില്ല. എന്നാൽ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ആയസത്തി അത് പോയി. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ.